പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും ദൈവം നടത്തിയതായ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി അനിത മാത്യു ആണ്. തൻ്റെ ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ, ദൈവീയ ഇടപെടലുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസി അനിത മാത്യുവിനെ അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ കുറിച്ചൊക്കെ ഒരു വാക്കിലൊന്ന് പറയാമോ? ഞാനിപ്പോൾ രാജസ്ഥാൻ ഉദയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഉദയ്പൂർ ഫിലദൽഫിയ ബൈബിൾ കോളേജ് ക്യാമ്പസിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ നാട്ടില് പരുമല എന്ന് പറയുന്ന സ്ഥലത്ത്, എനിക്ക് പിതാവില്ല, മാതാവുണ്ട്. ഞങ്ങൾ 4 സഹോദരങ്ങളാണ്. എൻ്റെ ഇളയ സഹോദരൻ ഒരു പാസ്റ്ററാണ്. മൂത്ത ഒരു സഹോദരിയാണ്. അതിലിളയ ഒരു സഹോദരൻ ജോലിയുടെ അമ്പലത്തിൽ ആയിരിക്കുന്നു. ഞങ്ങള് 4 മക്കൾ, അമ്മയുണ്ട് ഇപ്പോഴും. പിന്നെ എൻ്റെ ഫാമിലിയിൽ എനിക്ക് ഹസ്ബൻഡ് ഇല്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നെ ഉപേക്ഷിച്ചു പോയി. എനിക്കൊരു മകനുണ്ട്. ഇന്ന് BBA കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. ഞാനും മകനുമായിട്ടാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഭവനത്തിൽ ഒറ്റയ്ക്ക് ഇവിടെ ആയിരിക്കുന്നു. കർത്താവിന്റെ വേലയിൽ ദൈവം എനിക്ക് തന്ന ദർശനത്തോണം ഇവിടെ ഞാൻ അല്പമായി കർത്താവിന്റെ വേലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസിക്ക് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ദൈവം നടത്തിയ വഴികളെക്കുറിച്ച്, കർത്താവിനെ കണ്ടുമുട്ടാനിടയായി തീർന്ന ജീവിതാനുഭവങ്ങൾ, നല്ല സാക്ഷ്യങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി തുടർമാനമായി സംസാരിക്കാം. എല്ലാവർക്കും പ്രൈസ് ദി ലോർഡ്. ഈ ഒരു നല്ല അവസരം ദൈവം ഒരുക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിച്ച് ഈ അരോമ പ്ലാറ്റ്ഫോം ഇതിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ ജോൺ ഡാനിയൽ പാസ്റ്ററിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഇങ്ങനെയൊരു അവസരം ഈ പ്ലാറ്റ്ഫോം എനിക്ക് ഒരുക്കി തന്നതിന് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ പഠനശേഷം ഞാൻ കേരളത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടത് കേരളത്തിലാണ്. ഞാൻ യാക്കോബ കുടുംബത്തിലാണ്. എൻ്റെ മാതാപിതാവ്, ഞങ്ങള് എൻ്റെ ഫാദറിന്റെ വീട്ടുകാരൊക്കെ യാക്കോബക്കാരാണ്. നാട്ടിൽ ഓർത്തഡോക്സ് പരുമലയിലെ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലാണ് ഞാൻ വളർത്തപ്പെട്ടത്. ചെറുപ്പത്തിലെ അന്ന് ഒന്നും ഇത്ര തീക്ഷ്ണമായ ദൈവത്തെ ആരാധിക്കണമെന്നോ സത്യവചനം എന്താണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. അവിടെ നിന്ന് പഠനത്തിന് ശേഷം ഞാൻ 12th കഴിഞ്ഞ് ഞാൻ 3 വർഷം ലാപ്ടെക് കോഴ്സ് കഴിഞ്ഞ് ഡൽഹിയുടെ പ്രദേശത്ത് ഞാൻ ജോലിയെ സംബന്ധിച്ച് കടന്നുപോയി. അവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോടൊപ്പം ഒരു ആന്റി ഉണ്ടായിരുന്നു. ആന്റി എന്നോട് സുവിശേഷം പറഞ്ഞു. 1995 ഞാൻ രക്ഷിക്കപ്പെട്ടു. അന്ന് ഞാൻ അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് ഒരു യാക്കോബ കുടുംബത്തിനോടൊപ്പമായിരുന്നു. ആ വീട്ടുകാർ എൻ്റെ ഒരു അയൽവാസിയും ഞങ്ങളുടെ ഒരു സ്നേഹിതരാ. ആ വീട്ടുകാരുടെ ബന്ധത്തിലുള്ള ഒരു ആന്റിയാണ് എന്നോട് സുവിശേഷം പറഞ്ഞത്.
ആന്റി ഒറ്റയ്ക്ക് വിശ്വാസിലായിരുന്നു. അന്ന് ഞാൻ ഡൽഹിയുടെ പ്രദേശത്തെ ഏജിയുടെ ചർച്ചിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഒറ്റയ്ക്ക് അന്ന് വിശ്വാസത്തിലിറങ്ങി. വളരെ അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അന്ന് ഞാൻ വിശ്വാസത്തിന് വേണ്ടി സ്നാനപ്പെടുന്ന കാര്യം പറഞ്ഞപ്പോൾ സഭ മൊത്തം ഇളകി ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയായി തീർന്നു. എന്നാൽ ഉറച്ച് വിശ്വാസത്തോട് നിൽപ്പാൻ ദൈവം സഹായിച്ചു. 1995 ഞാൻ ആദ്യമായിട്ട് കർത്താവിനെ അറിയുവാനും രക്ഷിക്കപ്പെടുവാനും ദൈവം എന്നെ സഹായിച്ചു. ഓഗസ്റ്റില് 15-ാം തീയതി അവിടെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ആത്മാവിന്റെ അഭിഷേകം പ്രാപിപ്പാൻ ദൈവം സഹായിച്ചു. അവിടെ ഞാൻ പിന്നെ ആ സമയത്ത് ആ വീട്ടുകാര് എനിക്കെതിരായി തീർന്നു. എന്നാലും ദൈവത്തിൽ വിശ്വസിച്ച് കർത്താവിനെ അവിടെ നിർത്തി. അതിനുശേഷം ഞാൻ എൻ്റെ ജോലിയോടുള്ള സംബന്ധിച്ച് ആഗ്രയുടെ പ്രദേശത്ത് കടന്നുപോയി. അവിടെ ഒരു ദേവദാസനോടൊപ്പമാണ് ഞാൻ താമസിച്ചിരുന്ന, ദേവദാസനോടും കുടുംബത്തോടും. അന്ന് എൻ്റെ ഭവനത്തിൽ നിന്നും നാട്ടിൽ നിന്ന് വിവരം അറിഞ്ഞ് എൻ്റെ വീട്ടുകാരൊക്കെ നല്ല എതിരായിരുന്നു. ആരും എനിക്ക് സപ്പോർട്ടില്ലായിരുന്നു. എന്നാൽ അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി നിൽപ്പാന് ദൈവനെ സഹായിച്ചു. ഞാൻ ആഗ്രയുടെ പ്രദേശത്ത് കടന്നു ചെന്ന് അവിടെ ഞാൻ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് രോഗം പിടിപെട്ടു. അന്ന് ഒരു കർത്താവിന്റെ ദാസനോടൊപ്പമാണ് ഞാൻ അവിടെ താമസിച്ചിരുന്ന. ദാസനായിരുന്നു എനിക്ക് ഗാർഡിനായിട്ട് നിന്നത്. എനിക്ക് ശരീരത്തില് വളരെ പ്രശ്നങ്ങളുണ്ടായി. എൻ്റെ കിഡ്നി ഫെയിലായി. ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങിയ നാളില് എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനം ഞാൻ എടുത്തായിരുന്നു. രോഗം വന്നാൽ ഞാൻ മരുന്ന് കഴിക്കുകയില്ല, പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കുമെന്ന്. അന്ന് തീഷ്ണമേറിയ ഒരു വിശ്വാസം കൈക്കൊള്ളുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഈ ശരീരത്തിന് അല്പമായ നീരും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായപ്പോൾ ഹോസ്പിറ്റലിൽ അവിടെയുള്ള ആതിരയുടെ പ്രദേശത്തുള്ള പലരിൽ കൂടി കടന്നുപോയി ഹോസ്പിറ്റലിൽ കാണിക്കുവാൻ ഇടയായി തീർന്നു. അത് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇനിയും മുൻപോട്ട് ജീവിക്കണമെങ്കിൽ കിഡ്നി മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഒരു 3 മാസക്കാലം കഴിയുമ്പം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമെന്നാണ് ഡോക്ടറിന്റെ റിപ്പോർട്ട് തന്നത്. എന്നാൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ദേവദാസനും കുടുംബവും അവര് ഫാസ്റ്റർ വിയോ വർഗീസ് ചർച്ച് ഓഫ് ഗോഡിൽ ഇന്ന് ബോംബെയുടെ പ്രദേശത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദേവദാസനാണ്. എൻ്റെ ഒരു അകന്ന ബന്ധുവാണ് പുള്ളി. ദേവദാസനും രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്ന, മരുന്ന് കഴിക്കാതെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദേവദാസനാണ്. കുടുംബമായിട്ട് പ്രാർത്ഥിച്ചു. അനേക പ്രയാസം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. എൻ്റെ ക്രിയാറ്റിനൊക്കെ കൂടുതലായിട്ട് ഞാൻ ശരീരം മൊത്തം എൻ്റെ നീര് വെച്ചു ജീർണിച്ച അവസ്ഥയിലായി. ഏകദേശം ഒരു 2 മാസക്കാലം ഞാനൊരു മുറിക്കകത്തുള്ളിൽ തന്നെ കിടന്നു. എൻ്റെ ശരീരം മൊത്തം നീരായി ഒരു വ്രണം പോലായിട്ട് ഒരു പുഴു ഇറങ്ങുന്ന അവസ്ഥയിൽ ഞാൻ കടന്നുപോയി. ആ സമയത്ത് അന്ന് എൻ്റെ വീട്ടിൽ ആരും എനിക്ക് വിശ്വാസമില്ല, ആരും സപ്പോർട്ടിനില്ല. ഈ ദേവദാസനും കുടുംബവും മാത്രമാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും. എല്ലാ രീതിയിലും അവരായിരുന്നു എനിക്ക് അന്ന് കൈത്താങ്ങൽ തരുന്നത്. ആ സമയത്ത് എൻ്റെ ഇളയ സഹോദരൻ, ഇന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന അനിൽ മാത്യു, നാട്ടിൽ നിന്ന് ജോലിയുടെ സംബന്ധിച്ച് ആഗ്രയുടെ പ്രദേശത്തേക്ക് കടന്നു വന്നു. ആ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിലാണ് എൻ്റെ സഹോദരൻ താമസിച്ചത്. ഈ 2 മാസക്കാലം ഞാൻ ജീവിതത്തിൽ ഒത്തിരി കഷ്ടം അനുഭവിച്ചു. രോഗപരമായിട്ട് എന്നെ കണ്ടവരൊക്കെ പറഞ്ഞ് ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കുകയില്ല, അല്ലെങ്കിൽ നീ മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയില്ല. എല്ലാവരും ഒരുപോലെ പറഞ്ഞ ആ സമയങ്ങൾ ഞാൻ രാത്രി ഏതാ പകലേതാ ജീവിതത്തിൽ എനിക്ക് സുബോധം പൂർണ്ണമായിട്ടില്ലായിരുന്നു. എൻ്റെ ക്രിയാറ്റിനൊക്കെ കൂടിയിട്ട് എൻ്റെ തലമണ്ടയിലൊക്കെ കയറി ഞാനൊരു മെന്റൽ പേഷ്യന്റ് പോലെ അവസ്ഥയിലേക്ക് ഞാൻ കടന്നു പോയായിരുന്നു. 2 മാസക്കാലോളം ഞാൻ ഒരു കട്ടിലെ തന്നെ അഭയം പ്രാപിച്ച് കിടന്നു. രാത്രി ഏതാ പകലേതാന്ന് എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. അന്ന് എൻ്റെ സഹോദരൻ, എൻ്റെ ഇളയ സഹോദരൻ എന്നോടൊപ്പം ഉണ്ട്. ഇളയ സഹോദരന് അന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞ ഒരു സമയമാണ്. ഒരു ചെറുപ്പത്തിന്റെ ഒരു ചെറുപ്പക്കാരുടെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന സമയത്താണ് എൻ്റെ അടുത്ത് വന്നത്. ആ സമയത്ത് എൻ്റെ സഹോദരനൊന്നും മനസ്സിലായില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. വിശ്വാസം എന്താണെന്നും എൻ്റെ സഹോദരൻ അറിയത്തില്ല. ഞങ്ങൾ യാക്കോബക്കാർക്ക് ഇങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു അനുഭവം ഒന്നും ജീവിതത്തിലില്ല. ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം ഒന്നുമില്ല. പള്ളിയിൽ പോകണം, തിരിച്ചു വരണം, അങ്ങനെ ഒരു അനുഭവം മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. എന്നാൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ദൈവദാസന്റെ പ്രാർത്ഥന, എൻ്റെ ഉള്ളിലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ഒരു രോഗാവസ്ഥയിലായിരുന്നുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിയത്തില്ല. പക്ഷെ എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവം എന്നെ സൗഖ്യമാക്കും, ദൈവം എന്നെ എഴുന്നേൽപ്പിക്കും. അങ്ങനെ എന്നെ കാണുന്നവരും എൻ്റെ അടുത്തുള്ളവരും എന്നോട് എല്ലാവരുടെയും മനസ്സിനകത്ത് ഇതായിരുന്നു, മരിച്ചു പോകും, ഇനി മുൻപോട്ടൊരു ജീവിതമില്ലെന്ന്. എന്നാൽ കർത്താവിന്റെ ദാസൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു.
എന്റെ അകത്തും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവം എന്നെ സൗഖ്യമാക്കും. അങ്ങനെ കിടന്ന് ഇങ്ങനെ എനിക്ക് ഒട്ടും ബോധമില്ലാത്ത ഒരവസ്ഥയിൽ ഞാനിങ്ങനെ കടന്നു പോവാണ്. എന്റെ യൂറിനൊക്കെ പാസ് ചെയ്തിട്ട് ദിവസങ്ങളോളമായി അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ കിടക്കുവാണ്. ആഹാരം കഴിക്കുന്നില്ല. ഒരു രാത്രിയില് ഞാനൊരു ദർശനം കണ്ടു. ദൈവം എന്നെ തൊട്ടു. എന്നെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി എനിക്ക് ഓപ്പറേഷൻ ചെയ്തു. എന്റെ പുതിയ കിഡ്നി വെച്ചു. അങ്ങനെ ഞാനൊരു ദർശനം കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ സൗഖ്യമായി എന്നിങ്ങനെ ഈ അബോധാവസ്ഥയിൽ കിടന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പൊ എന്റെ സഹോദരനും ആ പാസ്റ്ററും എല്ലാവരും ഉണ്ട്. അവര് വിചാരിച്ച് ഞാൻ ഈ അബോധാവസ്ഥയിൽ എന്തോ കിടന്ന് വിളിച്ചു പറയുവാണ്. എന്നാൽ അന്ന് രാത്രിയില് ദൈവം എന്നെ തൊട്ടു. അന്ന് രാത്രിയില് എന്റെ ആ സഹോദരൻ രക്ഷിക്കപ്പെട്ടു. ഈ സൗഖ്യം എന്റെ ആ സഹോദരൻ ഇന്ന് ദൈവ പൈതലായി കർത്താവിന്റെ വേലയിലാണ്. ഈ കണ്ണിന്റെ മുമ്പിൽ കണ്ട ആ സൗഖ്യത്തിൽ ദൈവം ഇത്ര ജീവനുള്ള, ഇത്ര സൗഖ്യം തരുവാൻ ഇത്ര ഇറങ്ങി വരുന്ന ഒരു ദൈവമാണെന്ന് മുൻപിൽ കണ്ടുകൊണ്ട് കർത്താവിനെ അന്ന് രാത്രികാലം സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ആ പ്രിയ സഹോദരൻ അന്ന് രാത്രി സമർപ്പിച്ചു. അന്ന് രാത്രിയില് ഞങ്ങളുടെ ജീവിതത്തിലെ ആ റൂമിനകത്ത് ദൈവ തിരുസാന്നിധ്യത്തിന്റെ വലിയൊരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞു. അന്ന് രാത്രിയിൽ എന്റെ സഹോദരൻ അഭിഷേകത്താൽ നിറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ആത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ എഴുന്നേറ്റു. എന്റെ ശരീരമെല്ലാം നീരുകൊണ്ട് വീർത്ത് മുടികളെല്ലാം നഷ്ടപ്പെട്ടായിരുന്നു. മുടിയൊന്നും ഇല്ലാതെ എല്ലാം നഷ്ടപ്പെട്ടു. ഒരു നീരുകൊണ്ട് വീർത്ത് കട്ടിൽ നിറഞ്ഞിങ്ങനെ കിടക്കുമായിരുന്നു. എന്നാൽ ഏകദേശം ഈ ദൈവം എന്നെ തൊട്ട ആ നിമിഷങ്ങളിൽ എന്റെ ശരീരം പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരാൻ തുടങ്ങി. അത് ഞങ്ങളുടെ കണ്ണിൽ ഞങ്ങൾ കണ്ടു. അത് കണ്ട് എന്റെ സഹോദരൻ അന്ന് രാത്രികാലം രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. നമ്മൾ വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. അത് ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. അന്ന് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് വിശ്വാസം ഇങ്ങനെ ഞങ്ങൾ നാട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ പെന്തിക്കോസ്തുകാരെന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ആൾക്കൂട്ടമായിരുന്നു. ആഭരണമില്ല, ഒന്നുമില്ല, ജീവിക്കുന്ന ഒരു കൂട്ടം അങ്ങനെയായിരുന്നു. എപ്പോഴും ചിന്തിക്കണം, ഈ യാക്കോബക്കാരുടെ ഒരു മധ്യത്തിൽ ജീവിച്ച ഒരാളാണ് ഞാൻ. എന്നാൽ ഈ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ കർത്താവ് എന്താണെന്ന് അടുത്തറിയുവാനും വചനം എന്താണെന്ന് അടുത്തറിയുവാനും അത് ജീവിതത്തിൽ നമുക്ക് എങ്ങനെ അനുഭവിക്കുവാൻ കഴിയുമെന്ന് അടുത്തറിയുവാനും ദൈവം ജീവിതത്തിൽ അവസരമൊരുക്കുക. അന്ന് രാത്രികാലം ദൈവം എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യം 96 പൂർണ്ണമായിട്ട് ദൈവം എന്നെ സൗഖ്യമാക്കി. ഇന്ന് 2024 ഈ ജൂൺ 1 ആ രോഗം പിന്നെ ഇന്ന് വരെ എന്നെ തൊട്ടിട്ടില്ല. എന്റെ കർത്താവ് അന്ന് രാത്രികാലം എന്നെ പൂർണ്ണമായിട്ട് ഇറങ്ങി വന്ന് അവന്റെ കരം വെച്ച് ഞാൻ എങ്ങനെ കണ്ടു അതുപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നത് ഞാൻ ഒരു സ്വപ്നം കണ്ടു, ഒരു ദർശനം കണ്ടു. അതുപോലെ തന്നെ പുതിയ കിഡ്നി വെക്കുന്നത്, അതുപോലെ തന്നെ ഇന്ന് വരെ ആ രോഗം എന്നെ തിരിച്ചു തൊട്ടിട്ടില്ല. അന്ന് ഞാൻ 3 മാസത്തിനകം മരിച്ചു പോകുമെന്ന് പറഞ്ഞ് ഇന്ന് വർഷം ഇത്രയുമായി കർത്താവിന്റെ വേലയിലായിരിക്കാൻ ദൈവം എനിക്ക് ആയുസ് കൂട്ടിട്ട് ജീവിതത്തിൽ വിശ്വാസം ഇറങ്ങി വരുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന എല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാം പൂർത്തീകരമാകുക, എല്ലാം നന്മയായിരിക്കും മുൻപിൽ കാണുന്നാൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ ദുഃഖങ്ങളും കടന്നു വരുമ്പോൾ കർത്താവിനോട് ചേർന്നിരിക്കാൻ വിശ്വാസത്തിൽ നിൽപ്പാനുള്ള ഒരു കൃപ ദൈവം ആ സമയത്ത് എന്റെ ജീവിതത്തിൽ എനിക്ക് തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ പ്ലാറ്റ്ഫോമിൽ എന്റെ ദൈവത്തെ കുറിച്ച് വർണ്ണിപ്പാൻ ദൈവം ഒരു അവസരം തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുശേഷം ഞാൻ എന്റെ ജോലി കളഞ്ഞ് OM ഞാൻ 1 വർഷം പ്രവർത്തിച്ചു. OM എന്റെ സഹോദരനും സമർപ്പിച്ചു. ഞങ്ങൾ അന്ന് സഹോദരൻ അവിടെ വെച്ച് സ്നാനപ്പെട്ടു. കർത്താവനദാസൻ വി.ഒ. വർഗീസ് പാസ്റ്റർ സ്നാനപ്പെടുത്തി. എന്റെ സഹോദരൻ, എന്റെ ഇളയ സഹോദരൻ ഇവിടെ ഉദയ്പൂരിന്റെ പ്രദേശത്ത് ഫിലദൽഫിയ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ ബൈബിൾ കോളേജിൽ വന്നു. വീട്ടുകാരൻ ഞങ്ങൾക്ക് ഫുൾ എതിരായി. ഞാൻ എന്റെ സഹോദരനെയും കൂടെ വിശ്വാസത്തിൽ കൊണ്ടുവന്നെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഫുൾ ഞങ്ങൾക്ക് എതിരായിരുന്നു. എന്നാൽ എന്റെ സഹോദരനും അന്ന് തന്റെ ജീവൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുന്നുള്ള, കർത്താവിന് വേല ചെയ്യുന്നുള്ള വിളി ലഭിച്ച് ഉദയ്പൂരിന്റെ പ്രദേശത്തേക്ക് കടന്നു വന്നു. ഞാൻ ഇറങ്ങി. അന്ന് ദൈവം എനിക്കൊരു ദർശനം കൂടെ തന്നത് അനേകരെ എഴുന്നേൽപ്പിക്കാൻ മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നതല്ല, അനേകരെ വീണു പോയവരെ കരം കൊടുക്കുവാൻ ദൈവം ഒരു കരത്തിനൊരു ബലം തന്നതായിട്ട് ഒരു വിളി എന്ന പൽക്കാലം എനിക്ക് കിട്ടി. അതനുസരിച്ച് എന്റെ ജോലി കളഞ്ഞിട്ട് ഞാൻ OM പ്രദേശത്ത് ആദ്യമായിട്ട് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത് OM സംസ്ഥയിൽ ഞാൻ ജോയിൻ ചെയ്തു. 1 വർഷത്തോളം OM പല ഭാഗങ്ങളില്
ഞാൻ കടന്നുപോയി. കർത്താവിന്റെ വചനം അന്ന് ആ സമയത്തൊക്കെ പബ്ലിക്കലി നമുക്ക് ഞങ്ങൾ പബ്ലിക്കലി പല സ്ഥലങ്ങളിൽ വടക്കേന്ത്യയുടെ പ്രദേശം, ഞാൻ രക്ഷിക്കപ്പെട്ടത് വടക്കേന്ത്യയുടെ പ്രദേശത്താണ്. ഇന്ന് 27 വർഷക്കാലമായി ഞാൻ ഉദയപൂരിലായിരിക്കുന്നത്. ഞാൻ സ്നാനപ്പെട്ടത് വടക്കേന്ത്യ പ്രദേശത്താണ്. എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നതും വടക്കേന്ത്യയുടെ പ്രദേശത്താണ്. അതുകൊണ്ട് വടക്കേന്ത്യയോട് എനിക്കൊരു നല്ലൊരു ടച്ചാണ്. ഇന്നും വടക്കേന്ത്യ വിട്ട് നാട്ടിൽ പോകണമെന്ന് എന്റെ മനസ്സിനകത്ത് ഒരാഗ്രഹം എനിക്കില്ല. ഞാൻ വടക്കേന്ത്യയുടെ പല സ്ഥലങ്ങളിൽ OM-ന്റെ പ്രദേശത്ത്, OM-ന്റെ സംസ്ഥയോട് കൂടി ലക്നൗ, പഞ്ചാബ്, UP, ബോംബെ, അങ്ങനെ പല സ്ഥലങ്ങളിൽ OM എപ്പോഴും അങ്ങനെയാണോ 3 മാസക്കാലം ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോ ടീമായിട്ട് കൊണ്ടിടും. അന്നൊക്കെ പബ്ലിക്കലി ഞങ്ങള് ഇങ്ങനെ ഓരോ ചന്തകളിലൊക്കെ ഇങ്ങനെ പബ്ലിക്കിൽ നിന്ന് സാക്ഷി പറയും, കർത്താവിനെ കുറിച്ച് പറയും, വചനം കൊടുക്കുകയൊക്കെ ചെയ്യുവാൻ പറ്റുമായിരുന്നു. അങ്ങനെ 1 വർഷക്കാലം ഞാൻ OM-ന്റെ പ്രദേശത്തായിരുന്നു. അന്ന് എന്റെ മനസ്സിനകത്ത് അപ്പൊ എന്റെ സഹോദരന് ഉദയപൂരിന്റെ പ്രദേശത്ത് വന്നു ബൈബിൾ കോളേജ് പഠിക്കുവാൻ വേണ്ടി. അപ്പൊ എന്റെ മനസ്സിനകത്ത് എനിക്ക് ആഗ്രഹമുണ്ട്, കർത്താവ് എനിക്ക് ബൈബിൾ കോളേജ് പഠിക്കണം. പക്ഷെ അന്ന് ആ സമയത്ത് സഹോദരൻ ബൈബിൾ കോളേജ് പഠിക്കുന്നു, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ബൈബിൾ കോളേജ് ഫീസ് കൊടുക്കണം, ആവശ്യത്തിന് ഡെയിലിയിൽ ആവശ്യമുണ്ട്. അപ്പൊ ആ സഹോദരൻ പോയി. അപ്പൊ എന്റെ മനസ്സിനകത്ത് എനിക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എനിക്ക് ബൈബിൾ കോളേജ് പഠിക്കണമെന്ന്. എന്നാൽ 1 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം എനിക്ക് വേണ്ടി വഴി തുറന്നു. ഞാനും ഈ ഉദയപൂരിന്റെ പ്രദേശത്ത് 97-ല് ഈ ഉദയപൂരിന്റെ പ്രദേശത്ത് കടന്നു വന്നു. ഇവിടെ 3 വർഷക്കാലം ഞാൻ ബൈബിൾ കോളേജ് പഠിച്ചു. അന്ന് ഡോക്ടർ തോമസ് മാത്യു അങ്കിൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഞാനും എന്റെ സഹോദരനും ഇവിടെ പഠിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ഞങ്ങളെ രണ്ടുപേരെയും വിട്ടില്ല. വടക്കേന്ത്യയുടെ പ്രദേശത്ത് നിങ്ങൾ വേല ചെയ്യുന്നെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞ് ഞങ്ങളെ രണ്ടുപേരെയും അന്ന് ഇവിടെ നിർത്തി. ബൈബിൾ കോളേജ് പഠനത്തിന് ശേഷം ഈ ക്യാമ്പസിനകത്ത് തന്നെ ഞങ്ങളെ നിർത്തി. ഇവിടെ തന്നെ ഞങ്ങളുടെ കൂടെ നിന്ന് തന്നെ വേല ചെയ്താൽ മതി. അങ്ങനെ അന്ന് തൊട്ട് ഇന്ന് വരെ ഉദയപൂരിന്റെ പ്രദേശത്താണ്. അത് കഴിഞ്ഞാണ് ഞാൻ ഇവിടെ 2001-ലാണ് എന്റെ വിവാഹം കഴിഞ്ഞത്. എന്റെ വിവാഹം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എന്റെ ഹസ്ബൻഡ് എന്നെ വിട്ടേച്ചു പോയി. എനിക്ക് അതിലൊരു മകനുണ്ട്. ആ മകനെ വളർത്തിയെടുക്കുവാനും ദൈവം സഹായിച്ചു. ഇന്ന് അവന് BBA കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ഇന്റേൺഷിപ്പ് പോലെ ബാംഗ്ലൂരിന്റെ പ്രദേശത്ത് ചെറിയൊരു ജോലിയിലായിരിക്കുന്നു. എന്നാൽ അത് കഴിഞ്ഞ് ഞാൻ ഈ ജീവിതത്തിന് എപ്പോഴും ഞാൻ വിചാരിക്കും, നമുക്ക് ഒരു പരീക്ഷണം കഴിഞ്ഞ് അടുത്ത പരീക്ഷണം തയ്യാറ്. ഒരു രോഗം കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജീവിതത്തിൽ ഫാമിലി ലൈഫിന്റെ ദുഃഖമുണ്ട്. അതും മകനെ വളർത്തിയെടുക്കണം, അതൊരു ദുഃഖം. പക്ഷെ അതിനൊക്കെ ദൈവം ഓരോ ദിവസവും ഇന്ന് തരുന്നതിനേക്കാൾ കൃപ നാളെ തന്നുകൊണ്ട് ഓരോ ദിവസവും ദൈവം എന്നെ നടത്തി. ഇന്ന് എനിക്ക് പകൽക്കാലം ഈ പ്ലാറ്റ്ഫോമിൽ പറയാനുള്ള ദൈവത്തിന്റെ സ്നേഹം ഒരു അംശം പോലും എന്നിൽ കുറഞ്ഞിട്ടില്ലായിരുന്നു. കർത്താവിന്റെ വിശ്വസ്തത ഒരംശം പോലും എന്നിൽ കുറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് എന്റെ പൈതലിനെ ഇവിടെ തന്നെ ഞാൻ പഠിപ്പിച്ചു. അവനിപ്പം ബാംഗ്ലൂരിലായിരിക്കുന്ന. കഴിഞ്ഞ് 2016 എന്റെ ജീവിതത്തിൽ വലിയൊരു സംഭവം പിന്നെ ഉണ്ടായത്. ഞാൻ ഇവിടെ ഫിലദൽഫിയ ബൈബിൾ കോളേജിന്റെ ഒരു ക്വാർട്ടറിലാണ് താമസിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് പല പ്രവർത്തനമുണ്ട്. സ്കൂളുണ്ട്, ഓർഫനേജ് ഉണ്ട്, ബോർഡിംഗ് ഉണ്ട്, അങ്ങനെ പല പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ട്. അതിന്റെയൊക്കെ ചെറിയ ഇൻചാർജും കുഞ്ഞുങ്ങളെ നോക്കുന്നതൊക്കെ ഒരു ജോലി എനിക്കുണ്ട്. അപ്പൊ ഞാൻ 2016 എന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു സംഭവം ഉണ്ടായത്. 2016 അന്ന് ഹോളിയുടെ ദിവസമായിരുന്നു. ഇവിടെ ഹോളി കത്തിക്കുന്ന ദിവസം. അന്ന് എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഇവിടെ മിഷൻ സ്കൂളിന്റെ കുഞ്ഞുങ്ങളെ ട്യൂഷൻ പഠിപ്പിക്കുമായിരുന്നു ഞാൻ. ആ കുഞ്ഞുങ്ങളെ ഞാൻ ഒരു സൺഡേ അന്ന് ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മുകളിലത്തെ നിലയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. എന്റെ മകൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ മുമ്പേ ഞാൻ പറഞ്ഞ എന്റെ ആങ്ങളയുടെ മകൻ അന്ന് എന്റെ കൂടാണ്. എന്റെ ആങ്ങള ഗ്രാമത്തിലാണ് വർക്ക് ചെയ്യുന്നത്. കർത്താവിന്റെ ദാസനായിട്ട് ഇന്ന് ഗ്രാമത്തിൽ മഹാരാഷ്ട്രയുടെ പ്രദേശത്ത് അന്ന് വർക്ക് ചെയ്ത് ഇന്നും അവിടെ തന്നെയാണ്. പാസ്റ്ററിന്റെ മകനും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അന്ന് ആ പൈതലിന് ഒരു 5 വയസ്സ് കാണും. എന്റെ മകൻ 7ാം ക്ലാസ്, എന്റെ ആങ്ങളുടെ മകൻ 5 വയസ്സുണ്ട്. ഇവരെ രണ്ടുപേരെയും കൂടെ ഞാൻ റൂമിൽ ഇട്ടിട്ട് വെളിയിൽ നിന്ന്, സൺഡേ ദിവസമായിരുന്നു, വെളിയിൽ നിന്ന് കുറ്റി ഇട്ടിട്ട് ഞാൻ താഴെ വന്നു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി, ട്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടി. ഒരു മാർച്ച് മാസം 2016 നല്ലൊരു ചൂട് തുടങ്ങുന്ന സമയം, ഹോളിയുടെ കത്തിക്കുന്ന ദിവസമായിരുന്നു അന്ന്. ഞാൻ താഴെ ഇരുന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ എന്റെ അകത്ത് ദൈവാത്മാവ് ഇങ്ങനെ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞുങ്ങളെ പോയി വിളിച്ചുകൊണ്ട് തിരിച്ചു വരിക, കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് വരിക. ഇവരെ രണ്ടുപേരെയും ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ ഇറങ്ങി താഴെ പോകാൻ നേരത്തെ സമയത്ത് ഇവരെ ഞാൻ വിളിച്ചായിരുന്നു എന്റെ കൂടെ വരാൻ. ഉച്ച സമയം ഒരു 2:30-3 സമയമായിരുന്നു. അവർക്ക് നല്ല ഉറക്കമായിരുന്നു. സൺഡേ ആയിരുന്നു. പിന്നെ ഞാനും വിചാരിച്ചു അവർ ഉറങ്ങുമല്ലോ, ഉറങ്ങിക്കോട്ടെ. ഞാൻ വെളിയിൽ നിന്ന് കുറ്റിയിട്ടിട്ട് ഞാൻ വെളിയിൽ പോയി. അവിടെ വന്നിട്ട് അരമണിക്കൂർ നിന്നപ്പോ എന്റെ അകത്ത് ഇങ്ങനെ ദൈവാത്മാവ് എന്നെ പുഷ് ചെയ്യുന്നുണ്ട്. നീ പോയി കുഞ്ഞുങ്ങളെ വിളിച്ചോണ്ട്. ഞാൻ പോയി സ്റ്റെപ്പ് കയറി കുഞ്ഞുങ്ങളെ വിളിച്ചു. അവർ രണ്ടുപേരും എഴുന്നേക്കാൻ അവരുടെ മുകളിൽ ഞാൻ വെള്ളം കോരി ഒഴിച്ച് അവരെ എഴുന്നേൽപ്പിച്ചു. താഴെ കൊണ്ടുവന്ന് അവരെ പഠിപ്പിക്കാൻ ഇരുത്തി.
ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവിടെ ബൈബിൾ കോളേജിലെ സ്റ്റുഡന്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു, ആന്റിയുടെ വീടിന്റെ പുറവശത്തു നിന്ന് വലിയ പുക പൊങ്ങുന്നു പറഞ്ഞു. എന്റെ മനസ്സിൽ വിചാരിച്ചു, ഞാനൊന്നും തീക്കകത്ത് വെച്ചിട്ട് ഞാനൊന്നും വന്നിട്ടില്ല, തീയില് ഞാനൊന്നും അടുപ്പിലൊന്നും ഞാൻ വെച്ചിട്ടില്ല. പെട്ടെന്ന് ഞങ്ങൾ ഓടി ചെന്നപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ട് എന്റെ വീടിന് റൂം മൊത്തം തീ പിടിച്ചു തന്നെ ആർക്കും കയറാൻ പറ്റത്തില്ല, അതുപോലെ തീ പിടിച്ചു. അത് ഒരു സ്പാർക്ക് ഉണ്ടായിട്ട് അത് തുണിയിലോ പേപ്പറിലോ ഏതാണ്ട് വീണിട്ട് കത്തി റൂമിനകത്തുള്ള ബെഡ്റൂമിലും അതിന്റെ ഫ്രണ്ടിലെ റൂമിലുള്ള സകലത്തിലും കയറി തീ പിടിച്ചു. തീ അങ്ങ് കംപ്ലീറ്റ് പടർന്നു കഴിഞ്ഞു. ഒന്നും എന്റെ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെ 16 തൊട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒരു നിമിഷം കൊണ്ട് എന്റെ കണ്ണിന് മുമ്പിൽ കത്തി ചാമ്പലായിരുന്നു. പക്ഷെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, ആ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും ഒന്നും സംഭവിച്ചില്ല. ആ സമയത്ത് ഞാൻ 2 ഫയർഫോഴ്സ് വന്നാണ് ആ തീ കെടുത്തിയത്. ഞങ്ങളുടെ ക്യാമ്പസിന് താഴെ ഒരു 15 സിലിണ്ടർ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ സിലിണ്ടറിന്റെ മുകളിൽ കതവ് വീണാണ് കത്തിയത്. പക്ഷെ ആ സിലിണ്ടർ പൊട്ടാൻ ദൈവം അനുവദിച്ചില്ല. ആ താഴെ സിലിണ്ടർ പൊട്ടാൻ ദൈവം അനുവദിച്ചില്ല. എന്റെ റൂമിനകത്ത് ഒരു സാധനം പോലും ഇല്ലാതെ ഫുൾ കത്തി. അലമാരിക്കകത്ത് കയറി തീച്ചിട്ട് അലമാരിക്കകത്തിരുന്ന തുണി മൊത്തം കത്തി, ബെഡ് കത്തി, TV കത്തി, എന്തൊക്കെ എന്റെ റൂമിനകത്ത് ഉണ്ടായിരുന്നു അത് ഫുൾ കത്തി. ഞാൻ ഈ 2 കുഞ്ഞുങ്ങളും ഞങ്ങൾ ഇട്ടിരുന്ന ഓരോ ഡ്രസ്സും ഞങ്ങൾക്ക് ലഭിച്ചു. പക്ഷെ ഞാൻ അന്നേരം ദൈവത്തിന് നന്ദി പറഞ്ഞ, കുഞ്ഞുങ്ങളുടെ ജീവനെ തൊടുവാൻ, ശത്രുവാണെങ്കിലും അത് തീയാണെങ്കിലും കുഞ്ഞുങ്ങളുടെ ജീവനെ തൊടുവാൻ ഇടയായില്ല. സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടാൽ 1 വർഷം അല്ല 2 വർഷം കഴിയുമ്പോൾ ലഭിക്കും. പക്ഷെ ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ അതിൽ നിന്ന് ദുഃഖമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ദുഃഖത്തിന് ഇടവരാതെ വണ്ണം കർത്താവ് സൂക്ഷിച്ചു. ഞങ്ങളുടെ ക്യാമ്പസിനെ ദൈവം സൂക്ഷിച്ചു. അന്ന് ഒരു സിലിണ്ടർ ഇവിടെ പൊട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ മൊത്തം ക്യാമ്പസ് അന്ന് കത്തിയേനെ. അതുപോലെ സിലിണ്ടർ അവിടെ താഴെ ഇരിക്കുന്നു. എന്നാൽ കർത്താവ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. അതോർത്ത് ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ ആയിരിക്കുന്നത് 27 വർഷമായി ഞാൻ ഇവിടെ ആയിരിക്കുന്നു. എനിക്ക് ഇവിടെ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തമുണ്ട്. അതിനോടൊപ്പം ഈ ഫിലദൽഫിയ ചർച്ചിന്റെ അകത്തെ സഹോദരിമാരുടെ ഇടയിൽ കൂടി വരുന്ന സഹോദരിമാരെ ഞങ്ങളുടെ നല്ലൊരു കൂട്ടമുണ്ട്. എല്ലാ ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളിലും സഹോദരിമാരുടെ ഇടയിൽ നല്ലൊരു പ്രവർത്തനം നടന്നു വരുന്നു. ദൈവം എന്നെ ഓരോ ദിവസവും അതിനു വേണ്ടി ഉപയോഗിക്കുന്നു, അനേകരെ ബലപ്പെടുത്തുവാൻ. ഇന്ന് എനിക്ക് ഒരു രോഗിയായ ഒരു വ്യക്തിയുടെ അനുഭവം അത് പറയുന്നതിനേക്കാൾ ഒരു കട്ടിലയിൽ മാസങ്ങൾ കിടന്നാൽ അവരനുഭവിക്കുന്ന വേദന എന്താന്ന് ആരും പറയാതെ എനിക്ക് മനസ്സിലാകും. ഒരു ഹസ്ബൻഡ് ഇല്ലാതെ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരേണ്ട ഭാരം എന്തെന്ന് ആരും പറയാതെ ഇന്ന് എനിക്ക് മനസ്സിലാവും. ഒരു ജവാൻ സഹോദരി ഹസ്ബൻഡ് ഇല്ലാതെ സമൂഹത്തിന് മുമ്പിൽ നിൽക്കണമെങ്കിൽ എങ്ങനെയൊക്കെ ദൈവകൃപ വേണമെന്ന് ആരും പറയാതെ മനസ്സിലാക്കാം. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇട്ടിരുന്ന തുണിയല്ലാതെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നുമില്ല, എല്ലാം കത്തി. ഒരു നിമിഷം കൊണ്ട് എന്റെ മുമ്പിൽ എല്ലാം കത്തി. പക്ഷെ അന്ന് രാത്രിയിലും സ്വസ്ഥമായിട്ട് ഞാൻ ഉറങ്ങി. അതെനിക്ക് ദൈവം തന്ന ഒരു കൃപയാന്നല്ല, ഒന്നും പറയാനില്ല. അന്ന് രാത്രിയിലും ഒരു ടെൻഷനും ഇല്ലാതെ ഞാൻ ഉറങ്ങി. അന്ന് ഒരു ദൈവദാസം വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നോട് ഇപ്രകാരം പറയാൻ, ഞാൻ അന്ന് രാത്രിയിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുവാനും ദൈവം എന്നെ സഹായിച്ചു. അത് ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് അങ്ങനെയുള്ള അനേക സഹോദരന്മാരുടെ വിഷമങ്ങൾ കേൾക്കുവാനും അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാനും അവരോട് സംസാരിപ്പാനും അവരെ ബലപ്പെടുത്തുവാനും ദൈവം ഈ ദിവസങ്ങളിൽ അടിയനെ സഹായിക്കുന്നു. ചില ജീവിതത്തിൽ ചില പരീക്ഷണ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ജീവിതത്തിൽ എന്തിനാണ്, അത് പിന്നത്തേതിൽ ദൈവനാമത്തിന് മഹത്വത്തിനാക്കി കർത്താവ് തീർക്കും. എന്റെ ജീവിതത്തിൽ കടന്നതിന് ഞാൻ രോഗിയായി, ഞാൻ ഇപ്പോഴും വിചാരിക്കും ഞാൻ രോഗിയായി എന്റെ സഹോദരൻ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി മാത്രമായിരിക്കും ഞാൻ വിശ്വസിക്കും. കൺമുമ്പിൽ വെച്ച് ആ സൗഖ്യം കണ്ട അന്ന് രാത്രികാലം എന്റെ സഹോദരന് കർത്താവിനെ ഇതിനുവേണ്ടി സമർപ്പിക്കുവാനും വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാനും ദൈവയുടെയാണ്. ഇന്ന് മറ്റുള്ള കയ്പായ അനുഭവത്തിൽ കൂടി ഞാൻ കടന്നു പോയത്, ഇന്ന് കയ്പായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന അനേകരെ ബലപ്പെടുത്തുവാന് ദൈവം എന്നെ സഹായിക്കുന്നു. ഇന്ന് എന്റെ മാതാവ് രക്ഷിക്കപ്പെട്ടു, എന്റെ മറ്റേ സഹോദരനും കുടുംബവും രക്ഷിക്കപ്പെട്ടു, എന്റെ കുടുംബത്തിൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. ആദ്യഫലമായ ദൈവം എന്നെ കണ്ടു. അതിൽ കൂടി എന്റെ പ്രിയപ്പെട്ട കുടുംബത്തെ പൂർണ്ണമായി ക്രിസ്തുവിൽ കൊണ്ടുവരുവാന് ദൈവം അങ്ങനെ ഒരു ഭാഗ്യം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കി തന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഇവിടെ ഉദയപൂരിന്റെ പ്രദേശത്ത് പല സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയിലായിരിക്കാൻ ദൈവം എന്നെ സഹായിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ദൈവം എനിക്ക് നല്ലവനല്ല എന്ന് പറയാൻ
ഇന്ന് വരെ ഈ സമയം വരെ കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു. എന്റെ ഏതവസ്ഥയിലും ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവമാണ് എന്റെ കർത്താവ്. പകൽക്കാലം ഞാൻ ഇന്ന് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസങ്ങൾ അനുഭവത്തിന്റെ ഓരോ ഇതിലും ഞാൻ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഇരുന്നപ്പോഴും ജീവിതത്തില് ഞാൻ ഇങ്ങനെ ഒന്നും ഞാൻ കർത്താവിനോട് ഈ ഭൂമിയില്ല ഭൗമ്യമായിട്ട് ഞാൻ ഒന്നും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാറില്ല. അന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ കർത്താവ് ഒരു വചനം തന്നു. ഹിന്ദിയിൽ ഇങ്ങനെ ഒരു വചനം തന്നു, അത് മലയാളത്തിൽ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. अपने बच्चे शांति के भवन में रहेंगे करके ഹിന്ദിയിൽ ഏഷ്യായുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു വചനം തന്നു. അന്ന് ദൈവം എന്നോട് പറഞ്ഞൊരു പ്രോമിസാണ്, നിനക്ക് ഈ ദേശത്ത് നിനക്കൊരു ഭവനം തരും. പക്ഷേ അത് വിശ്വസിച്ച് ഏറ്റെടുക്കണമെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ കർത്താവ് എന്നോട് ചോദിച്ചു, എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മുടെ ദൃഷ്ടിയിൽ പല കാര്യങ്ങൾ നമുക്ക് അസാധ്യമായിട്ട് തോന്നും. പക്ഷാൽ എന്റെ കർത്താവിന് ദൈവം പറഞ്ഞ പോലെ തന്നെ ഈ ഉദയപൂരിന്റെ പ്രദേശത്ത് എനിക്ക് ജോലിയില്ല, മറ്റു ജോലിയുടെ വരുമാനം വെച്ച് നോക്കണമെങ്കിലേ അങ്ങനെ ഒരു ഭവനം വാങ്ങിക്കാൻ പറ്റുന്ന കർത്താവ് നമുക്ക് വേണ്ടി കരുതുമ്പോൾ അങ്ങനെ ഒന്നിന്റെ ആവശ്യമില്ല. ദൈവം അത് നമുക്ക് വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ആണെങ്കിൽ അത് നമ്മുടെ കരങ്ങളിൽ. എന്നാൽ നമ്മൾ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ഏതവസ്ഥയിലും കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുക. ഏത് കഷ്ടതയിൽ കൂടി കടന്നു പോയാലും കർത്താവിന്റെ നാമം നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഉത്തരമരുളുന്ന ഒരു കർത്താവിന്റെ നാമമുണ്ട്. നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തമായ ഒരു കർത്താവിന്റെ നാമമുണ്ട്. അതിന് മേലായ വേറൊരു നാമവും ഇല്ല എന്ന് നമ്മൾ വിശ്വസിച്ച് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുവാൻ കഴിയും. എന്റെ ചെറുപ്രായത്തിൽ ഇന്ന് എനിക്ക് 51-52 വയസ്സായി. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവത്തിന്റെ ഓരോ പ്രവൃത്തിയും ജീവിതത്തിൽ കണ്ട് അനുഭവിച്ച് മുൻപോട്ട് ജീവിപ്പാൻ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിൽപ്പാൻ ദൈവം ഇന്ന് വരെ എന്നെ സഹായിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയിൽ കൂടി എന്നെ കേൾക്കുന്ന, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഏതെങ്കിലും വിഷയത്തിന്മേൽ ഭാരപ്പെട്ടിരിക്കുന്ന രോഗമാണോ, കുടുംബ പ്രശ്നമാണോ, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പ്രശ്നമാണോ, ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതെന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. അത് നമ്മൾ വിശ്വസിച്ചാൽ മതി. കർത്താവിന്റെ നാമം നമുക്ക് വേണ്ടി അവിടെ മഹത്വപ്പെടും. അത് ജീവിതത്തിൽ അറിയുവാൻ ഏതവസ്ഥയാണെങ്കിലും ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒരു കാര്യവുമില്ല. ദൈവത്തിൽ സമർപ്പിച്ച് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ നാമം നമ്മൾക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിപ്പാൻ ഇടയായിത്തീരും. ഈ അരോമ ടിവിയിൽ എനിക്കിങ്ങനെ ഒരു അവസരം ലഭിച്ച ഈ പ്ലാറ്റ്ഫോമിനോട് നന്ദി പറയുന്നു. അതിനോടൊപ്പം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയേൽ ജോണിനോടും എന്റെ നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നെയും എന്റെ മകനെയും ഓർത്ത് പ്രാർത്ഥിക്കണം. മകന് മുൻപോട്ടുള്ള ഭാവി ജീവിതത്തെ എല്ലാം ഓർത്ത് എന്നെ കാണുന്നവർ, എന്നെ വാച്ച് ചെയ്യുന്നവര്, അവനെയും എന്റെ കുടുംബത്തെ ഓർത്ത് ഞാൻ മുൻപോട്ടും കർത്താവിന്റെ വേലയിൽ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അത് ചെയ്യുവാൻ ദൈവം എന്നെ സഹായിക്കുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ കൃപ തരുന്നതിന് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്. താങ്ക് യു. വളരെ നന്ദി കർത്താവിൻ്റെ ദാസി സിസ്റ്റർ അനിത മാത്യു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിനെ കർത്താവിൻ്റെ ദാസുള്ളതായി നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ആയുസ്സും ആരോഗ്യവും തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ. അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവസേനയിൽ നാം എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു. പരിശുദ്ധ പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഇതിന്റെ പാദപീഠത്തിൽ അടുത്ത് വരുന്നപ്പാ ധാരകരെ കർത്താവെ ഇത് ശ്രവിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പോൽക്കാലം കർത്താവെ നിന്റെ വചനം, നിന്റെ ശബ്ദം കേൾക്കുന്നവരാരും ലജ്ജിച്ചു പോകാൻ അങ്ങ് അനുവദിക്കില്ല കർത്താവെ. ഭാരത്തോട്, രോഗത്തോട്, ദുഃഖത്തോട്, വിഷമത്തോട്, ജീവിതത്തിലെ എല്ലാ അവസ്ഥകളും വിട്ടു പോകുമ്പോൾ, മുൻപോട്ട് എങ്ങനെ സ്റ്റെപ്പ് വെക്കണമെന്ന് അറിയാതെ ഭാരപ്പെടുമ്പോൾ കർത്താവ് എവിടെയൊക്കെ ഇതാവുന്നു വഴിയെന്നോ ഞാനാവുന്ന കർത്താവ് ഒന്ന് കാണിച്ചു കൊടുക്കുന്ന പാതവിടും ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനോ ഓരോ പ്രിയപ്പെട്ടവർക്കും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോട് നിന്റെ നാമം ഏറ്റെടുത്ത് അതിന്മേൽ കർത്താവ് വിശ്വാസത്തോട് നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നിന്റെ നാമത്തിന്റെ മഹത്വത്തെ നീ വെളിപ്പെടുത്തി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആരൊക്കെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് രോഗസൗഖ്യം, നിരാശയിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രത്യാശ നൽകണമേ. ജീവിതത്തിന്റെ എല്ലാ വഴികളെ അടഞ്ഞിരിക്കുമ്പോൾ അവിടെ പുതുവഴികളെ തുറന്ന് ദൈവനാമത്തിൽ കൂടി മഹത്വം എടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവേ. ആരൊക്കെ ഭാരപ്പെടുന്നു, വിഷമത്തിലായിരിക്കുന്നു, നിരാശയിലായിരിക്കുന്നു, അങ്ങനെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് വിടുതലിനും ആശ്വാസത്തിനും കാരണമാക്കി തീർക്കണേ, അനേകരെ സാക്ഷിയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാണ് കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനയാചനം കേട്ടനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറുന്ന നാമത്തിൽ തന്നെ ആമേൻ. വളരെ നന്ദി കർത്താവിൻ്റെ ആസ്യാനിത മാത്യു സിസ്റ്റർ. തുടർന്നും ആമേനെ ഞങ്ങൾ പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സൗഖ്യം ആരോഗ്യം ദീർഘായുസ്സും എല്ലാ നന്മകളും ദൈവം തരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അതുപോലെ തന്നെ ഈ വാത്സല്യ സഹോദരിക്കും പൈതലിനും വേണ്ടി ആമേൻ ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.